കേരള യാത്രയുടെ രണ്ടാമത്തെ ദിവസമായ കണ്ണൂർ ജില്ലയിലേക്ക് അടുക്കുകയാണ്. ഇപ്പൊ ഇതാ തൃക്കരിപ്പൂരാണ് ഉള്ളത്. തൃക്കരിപ്പൂര് മുജമ്മൽ സ്ഥാപനത്തിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. നമ്മുടെ മിറാസ് ഉസ്താദിന്റെ പ്രത്യേക സ്പെഷ്യൽ ടീം, കേരള യാത്രയുടെ എമർജൻസി മെഡിക്കൽ ടീം, അതേപോലെ നമ്മുടെ മനുഷ്യർക്കൊപ്പം വന്ന ക്യാപ്ചയിൽ എല്ലാ സജ്ജീകരണങ്ങളും കൂടിയിട്ടുള്ള നമ്മുടെ എനോൺസ്, അതുപോലെ മറ്റ് എല്ലാ സൗകര്യങ്ങളുമുള്ള വെഹിക്കിളുകൾ, കൂടാതെ നമ്മുടെ സിറാജിന്റെ മീഡിയ ടീം എല്ലാവിധ കണ്ണൂർ തൃക്കരിപ്പൂർ മജ്മയിൽ നിന്ന് ബോർഡറിലേക്ക് കിടക്കുകയാണ്. അതേപോലെ ഇതിൽ പ്രധാനമായിട്ടും കാരവനെ കുറിച്ചിട്ട് അറിയാലോ, എല്ലാ വിശ്രമിക്കാനും അതേപോലെ ഉസ്താദുമാർക്കൊക്കെ പ്രധാനമായിട്ടും ഷെയ്ഖിനൊക്കെ വഴിയിലൊക്കെ വിശ്രമിക്കാനും അതേപോലെ റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള കാരവൻ നമ്മോടൊപ്പം ഉണ്ട്. എല്ലാ വണ്ടികളും ഇപ്പോൾ പുറപ്പെടുകയാണ്. ഇൻഷാ അള്ളാ 9:30 മണിക്ക് നമ്മളെ കണ്ണൂർ കാസർഗോഡ് അതിർത്തിയിൽ പ്രത്യേകമായ ഒരു വരവേൽപ്പ് സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരമായിരിക്കും നമ്മുടെ ടീം, വൈകുന്നേരമായിരിക്കും പൊതുപരിപാടി. ഏതായാലും ഇൻഷാ അള്ളാ സൗകര്യം പോലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനിയും നമ്മുടെ യാത്രയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴിയെ ഇൻഷാ അള്ളാ അറിയിക്കാം. പിന്നെ കുറച്ചുകൂടിയും ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ തൃക്കരിപ്പൂര് ബോർഡറിൽ, കണ്ണൂർ കാസർഗോഡ് ബോർഡറിൽ നമ്മുടെ നേതാക്കന്മാർ എല്ലാം ഉണ്ടാകും സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കണ്ണൂർ ടീം അവിടെ സജ്ജമായിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് വരുന്ന നമ്മുടെ വണ്ടികളും ഉസ്താദുമാരും അതുപോലെയുള്ള എല്ലാ ടീമും ഇവിടെ റെഡിയായി ഇവിടുന്ന് ഇറങ്ങാൻ, തൃക്കരിപ്പൂരിൽ നിന്ന് ഇറങ്ങാൻ. ഇൻഷാ അല്ലാഹ് തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇവിടുത്തെ മുജമ്മ എന്ന സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മുജമ്മ ഇന്നലെ രാത്രി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാർ ചെയ്തു. നമ്മൾ 50-ഓളം ആളുകൾക്ക് മെഡിക്കൽ, അതേപോലെ ഉസ്താദിന്റെ സ്പെഷ്യൽ കെയർ ടീം, മിറാസ്, അതേപോലെ നമ്മുടെ മീഡിയ തുടങ്ങിയിട്ടുള്ള എല്ലാ ടീമിനും ഇവിടെ ഉറങ്ങാനും സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് തൃക്കരിപ്പൂര്. അതേപോലെ നമ്മുടെ നേതാക്കന്മാർ, ഉസ്താദുമാർ, സയ്യിദന്മാർക്കൊക്കെ താമസിക്കാൻ ചുറ്റുപാടുമുള്ള ഇവിടുത്തെ ഒത്തിരി കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ നല്ല ഭക്ഷണവും താമസിക്കാനുള്ള സൗകര്യവും ഒക്കെ ചെയ്തിട്ട് ഇവിടുത്തെ വലിയൊരു വരവേൽപ്പായിരുന്നു. എന്തൊരു സൽക്കാരം ആയിരുന്നു എന്നത് വളരെ എടുത്തു പറയേണ്ട, തൃക്കരിപ്പൂരിനക്കാരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള സൽക്കാരങ്ങൾ അതിൽ അവർ വലിയ നേരത്തെ നമ്മൾ കേൾക്കുന്നതാണ്. അതൊട്ടും കുറയാതെ വളരെ ഉഷാറായിട്ട് ഇവരൊക്കെ നമ്മുടെ ടീമിനെ ഒക്കെ വേണ്ടുന്ന രൂപത്തിൽ വരവേറ്റു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് നമുക്ക് വീണ്ടും ഇടാം ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും.